അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു നാഴികക്കല്ലെന്ന് പറയാം. ഒരു പൂർത്തിയാക്കണ ഒരു ദിവസം കൂടിയാണ് ഈ നാരായണീയം ക്ലാസ് തുടങ്ങിയിട്ട്. ഏകദേശം നമ്മളിപ്പോ ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പൊ അതില് ആദ്യമായി നമ്മളുടെ ആചാര്യനെ നന്ദി അറിയിക്കട്ടെ. ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടായാലും അദ്ദേഹത്തിന്റെ ഈ ക്ലാസ്സുകൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രയത്നങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ആദ്യമായി നന്ദി അറിയിക്കട്ടെ. അതുപോലെ ശ്രീരാമേട്ടന്റെ സപ്പോർട്ടും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും TVSRCയുടെ നന്ദി അറിയിക്കുന്നു. ഇനിയും നമുക്ക് ഇതേപോലെ നല്ല ക്ലാസ്സുകൾ തുടരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയേട്ടാ. വളരെ സന്തോഷമുള്ള കാര്യം തന്നെ. ഒരു കൊല്ലം കൊണ്ട് നമ്മൾ ഏതായാലും 4 ദശകങ്ങൾ ആണ് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലെ തന്നെ മുടക്കമില്ലാതെ അങ്ങനെ പോവാൻ സാധിക്കട്ടെ. അതിനൊക്കെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് 4 ദശകം കഴിഞ്ഞ് ഇന്നിപ്പോ 5ാമത്തെ ദശകമാണ്. ഈ 5ാമത്തെ ദശകം വിരാട് പുരുഷന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. വിരാട് പുരുഷൻ നമുക്ക് പല പല വിഷയങ്ങളിലും സംശയങ്ങളുള്ളതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഷയമാണ് വിരാട് പുരുഷനെ പറ്റിയിട്ടുള്ള. നമുക്ക് പൂജയിലൊക്കെ ആവശ്യമുള്ളതുമാണല്ലോ വിരാട് പുരുഷനെ ധ്യാനിക്കുക. അപ്പൊ ആ വിരാട് പുരുഷൻ എങ്ങനെയാണ്, ആ വിരാട് പുരുഷന്റെ ഉത്പത്തി ഏത് വിധത്തിലാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ഈ ഒരു ദശകത്തില്, നാരായണീയത്തില് ഈ ഒരു ദശകത്തില് പറയുന്നത്. കുറച്ച് വലിയൊരു ശ്ലോകമാണ്. ശാർദൂല വിക്രീഡനം എന്ന വൃത്തത്തിൽ എഴുതിയ ശ്ലോകങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് മുഴുവൻ. ഇത് വിരാട് പുരുഷനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ശ്ലോകവും കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് വളരെ വേഗതയിൽ മുന്നേറാൻ പറ്റില്ല. കുറേശ്ശെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം മനസ്സിലാക്കിയിട്ട് തന്നെ വേണമല്ലോ പോവാൻ. അതുകൊണ്ട് തന്നെ പറ്റുന്നതുപോലെ പഠിച്ച് മുന്നേറുക എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തില് ഒരു പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഇത്ര തീർക്കാം എന്നുള്ള തരത്തിലല്ല നമ്മൾ ഇതുവരെ നീങ്ങിയത്. ഉള്ളത് പഠിച്ച് നീങ്ങുക എന്നുള്ള തരത്തിലായതുകൊണ്ട് അതേപോലെ തന്നെ ഇനിയും നീങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പൊ വിരാട് പുരുഷന്റെ ഉത്പത്തിയാണ് ഈ ഒരു ദശകത്തിൽ പ്രധാനമായിട്ട് ഉള്ളത്. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാന്ഹോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വം അശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മനാ വ്യക്താവ്യക്തം ഇദം ന കിഞ്ചിത് അഭവത് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയി ആഗതായാം ലയം നോ
മൃത്യു ച തദാ അമൃതം ച സമഭൂത് ന അന്ഹ സ്ഥിതി ന അന്ഹ ന രാത്രേ സ്ഥിതി തത്ര ഏക ത്വം അശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മന. ഇങ്ങനെയാണ് പദങ്ങൾ വരിക. അപ്പോഴ് ഇതിന്റെ അന്വയത്തിനനുസരിച്ച് നമുക്ക് അർത്ഥം നോക്കാം. പ്രാക് പ്രാകൃത പ്രക്ഷയേ. പ്രാക് എന്ന് പറഞ്ഞാൽ വളരെ മുമ്പ് എന്നർത്ഥം. മുൻപ്, പണ്ട് എന്നൊക്കെയുള്ള അർത്ഥം. പ്രാക്. പ്രാകൃത പ്രക്ഷയേ, പ്രാകൃതമായിരിക്കുന്ന പ്രക്ഷയത്തിങ്കൽ. പ്രക്ഷയത്തിങ്കൽ. പ്രക്ഷയം, ക്ഷയം. ക്ഷയം എന്ന് പറഞ്ഞാൽ ഒക്കെ ക്ഷയിക്കുന്ന അവസ്ഥ, ഇല്ലാതാവുന്ന അവസ്ഥ, അതായത് ലയിക്കുന്ന അവസ്ഥ, അതായത് പ്രളയം. പ്രക്ഷയം, പ്രളയം. ക്ഷയം എന്ന് പറഞ്ഞാൽ ലയിക്കുക. അങ്ങനെ പ്രക്ഷയം എന്ന് പറഞ്ഞാൽ പ്രളയം. പ്രാകൃത പ്രക്ഷയം എന്ന് പറഞ്ഞാല് പ്രാകൃതമായിട്ട് ഉണ്ടാകുന്ന പ്രളയം, പ്രാകൃത പ്രളയം. പ്രാകൃത പ്രളയം എന്ന് പറഞ്ഞാൽ വലിയ പ്രളയം തന്നെ, മഹാപ്രളയം. പ്രാകൃത പ്രക്ഷയേ, പ്രക്ഷയത്തിങ്കൽ. മായായാം, മായയിൽ. മായ ഉണ്ടാവുമല്ലോ, മായ. ആ മായ. ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയി. ഗുണസാമ്യരുദ്ധ വികൃതൗ. ഗുണം, ഗുണസാമ്യം. ഗുണങ്ങള് സാമ്യം, ആ ഗുണങ്ങളുടെ സാമ്യം കൊണ്ട്. സാമ്യം എന്ന് പറഞ്ഞാൽ സമമായിരിക്കുന്ന അവസ്ഥയാണ് സാമ്യം. സാമ്യം എന്ന് പറയുമ്പോൾ സമ അവസ്ഥയാണ് സാമ്യം. ഇപ്പൊ ഗുണസാമ്യം എന്ന് പറയുമ്പോൾ ഗുണങ്ങളുടെ സമാവസ്ഥ, ഗുണങ്ങളുടെ സാമ്യ അവസ്ഥ. ത്രിഗുണങ്ങള്, ഇപ്പൊ സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങള്, ഈ ഗുണങ്ങളൊക്കെ ഏറ്റക്കുറച്ചിലുകള് വരും എന്ന് നമുക്കറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ മൂന്ന് ഗുണങ്ങള് ഏതൊരു ജീവനെ സംബന്ധിച്ചും സമാസമമായിട്ടല്ല വരിക. ഏതെങ്കിലും ഒന്ന് കുറച്ചെങ്കിലും കൂടി വരും, അങ്ങനെയേ വരുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താന്ന് വിചാരിച്ചാൽ ഗുണസാമ്യരുദ്ധ വികൃതവും. ഗുണസാമ്യം കൊണ്ട് ഗുണസാമ്യം വരും. ഈ ഗുണങ്ങള് സമമായിട്ട് വരുന്ന അവസ്ഥ വരും. സത്വ, രജസ്, തമസ് ആകുന്ന മൂന്ന് ഗുണങ്ങളും ഒരേ അവസ്ഥയിൽ, ഒരേ ക്രമത്തിൽ വരും. അങ്ങനെ വരുമ്പോ ആ വരുന്ന അവസ്ഥ കൊണ്ട് രുദ്ധ വികൃതവും. അപ്പോഴ് വികൃതി അവിടെ രുദ്ധമാവും. ഈ വികൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷമായിട്ടുള്ള കൃതിയാണ് വികൃതി, വികാരം എന്നൊക്കെ പറയാം. അപ്പൊ ഈ വികാരങ്ങളൊക്കെ തടുക്കപ്പെടും, വികൃതികളൊക്കെ ഇല്ലാതാവും. വികൃതി എന്ന് പറഞ്ഞാല് വിശേഷമായിട്ടുള്ള കൃതി. കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാവലാണ് കൃതി. അപ്പൊ അത് വിശേഷമായാൽ വികൃതിയായി എന്ന് മാത്രം. കൃതികളൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതായത് മൂന്ന് ഗുണങ്ങളും ഒരേ അവസ്ഥയിൽ വരുമ്പോ ഒന്നുമില്ലാത്ത ഒരു തരാണ് ഉണ്ടാവുക. കൃതികളൊന്നും ഉണ്ടാവില്ല. ഈ പ്രകൃതിയിൽ ഉള്ളതിന് ചില വികൃതികൾ വരുമ്പോഴാണ് പലതും സംഭവിക്കുന്നത്.
പ്രകൃതി ആയിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ആ പ്രകൃതിക്ക് ചില വികൃതികൾ ഉണ്ടാകുമ്പോഴാണ് പലതും ഉണ്ടാവുക. അപ്പോ രജോ ഗുണം കൂടണം സൃഷ്ടിക്ക്. അപ്പൊ ഓരോ ഗുണത്തിനും അനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ നടക്കും. അപ്പൊ അതേപോലെ ഇവിടെ ഗുണങ്ങൾ സാമ്യമായിട്ട് വരുമ്പോൾ ഈ വികൃതി എന്നുള്ളത് തടയപ്പെടും. വികൃതി എന്നുള്ളത് രുദ്ധമാവും, രുദ്ധ വികൃതവും. അങ്ങനെ സാമ്യമായിട്ടുള്ള അവസ്ഥ വരുന്ന സമയത്ത് തടുക്കപ്പെട്ടതായ ഈ വികൃതി തടുക്കപ്പെട്ടപ്പോൾ എന്നർത്ഥം. അങ്ങനെയുള്ള അവസ്ഥയില് മായ എന്താ ചെയ്യുക? ത്വയി ലയം ആഗതായാം. അപ്പോഴ് മായ ത്വയി ലയം ആഗതാ ഭവതി. ആ മായ എന്ത് ചെയ്യും? മായയാണല്ലോ പ്രകൃതി. ആ മായയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രകൃതി. ആ മായ എന്ത് ചെയ്യും? ത്വയി ലയം ആഗതായാം. അപ്പൊ മായ അത് അങ്ങയിൽ ലയിക്കും. ഈ ഗുണസാമ്യങ്ങൾ ഉണ്ടാവുമ്പോൾ മായ അങ്ങയിൽ ലയിക്കുന്നു. ത്വയി ലയം ആഗതായാം. അങ്ങനെ ലയം പ്രാപിക്കുന്ന സമയത്ത് എന്നർത്ഥം. അവിടെ സതിസപ്തമി എന്നുള്ള പ്രയോഗമാണ്. ത്വയി ലയം ആഗതായാം, അങ്ങയിൽ ലയിക്കുന്ന സമയത്ത്. ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. നമ്മളിപ്പോ ഒരു സൃഷ്ടി തുടങ്ങുന്നത് എവിടെ എന്ന് പറയുമ്പോ ആ പ്രളയം ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങുകയാണ്. ഇപ്പൊ ഉള്ളതെല്ലാം ലയിച്ച് ആ സമമായിട്ട് ഒക്കെ ലയിച്ച് അങ്ങനെ നിൽക്കും. അപ്പോ ഈ സൃഷ്ടിക്കാനുള്ളതായ മായയും അങ്ങയിൽ ലയിക്കും. പിന്നെ ഒന്നുമില്ല. മായ കൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നത്. ആ മായ അടക്കം ആ ഭഗവാനിൽ ലയിക്കുന്നു. അങ്ങനെ ഉള്ള സമയത്ത് വ്യക്താവ്യക്തം ഇതം കിഞ്ചിത് ന അഭവത്. വ്യക്താവ്യക്തമായിരിക്കുന്ന ഇത് കിഞ്ചിത് ന അഭവത്. വ്യക്താവ്യക്തം എന്ന് പറയുമ്പോൾ വ്യക്തവും അവ്യക്തവും എന്നർത്ഥം. വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഉള്ളത് എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതൊന്നുമില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ നമുക്ക് വ്യക്തമാവും, അല്ലെങ്കിൽ അവ്യക്തമായിട്ട് അത് ഉണ്ട് എന്ന് തോന്നും. ഇപ്പൊ ദൂരെ ഒരു മരം നിൽക്കുന്നുണ്ട്, ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ അത് ഇന്നയാളാണ്, അല്ലെങ്കിൽ അതൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു മൃഗമാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു നിഴല് പോലെയാണെങ്കിൽ അവിടെ എന്തോ ഒന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവ്യക്തമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ വ്യക്താവ്യക്തം ആയിട്ടുള്ള ഇതം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഈ പ്രപഞ്ചം തന്നെ. ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വ്യക്തമായിട്ടും അവ്യക്തമായിട്ടുമാണ്. പ്രപഞ്ചം മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള ഈ പ്രപഞ്ചം കിഞ്ചിത് ന അഭവത്, ആ സമയത്ത് ഇല്ല. ആ പ്രപഞ്ചം എന്നുള്ളത് ആ സമയത്ത് ഇല്ല, തീരെ ഇല്ല. മായ പോലും ഭഗവാനിൽ ലയിച്ച സമയത്ത് വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും നമ്മൾ മനസ്സിലാക്കിയതായ ആ പ്രപഞ്ചം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ആ സമയത്ത് ഇതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് വന്നു ചേർന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. തഥാ മൃത്യുശ്ച അമൃതഞ്ച നോ സമഭൂത്. ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയാം. ഇപ്പൊ പ്രളയത്തിന്റെ സമയത്ത് എന്തൊക്കെ ഉണ്ടായത് എന്നാണ് തുടങ്ങുന്നത്. ആ പ്രളയം ആയ സമയത്ത് മായ ഭഗവാനിൽ ലയിച്ചു, ഈ പ്രപഞ്ചം എന്നുള്ളതില്ല എന്ന് പറഞ്ഞു. പിന്നെയോ തഥാ മൃത്യു ച അമൃതം ച നോ സമഭൂത്. ആ സമയത്തോ മൃത്യു എന്നുള്ളത്
അഭവത് സമഭൂത്. അമൃതം ച നോ സമഭൂത്. അപ്പൊ ആ സമയത്ത് മൃത്യുവും ഇല്ല, അമൃതവും ഇല്ല. ഈ മൃത്യു അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? മൃത്യു എന്ന് പറഞ്ഞാല് പിന്നെ ഈ സംസാരമാകുന്ന ഇതൊക്കെ മൃത്യുവാണ്. സംസാരം എന്നുള്ളത് മൃത്യുവാണ്, മരണം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും മരിക്കാത്ത അവസ്ഥ, അതായത് മോക്ഷാവസ്ഥ. അപ്പൊ ഈ ഒരു പ്രപഞ്ചം ഇല്ലാത്ത ഈ ലയം സംഭവിച്ചിട്ടുള്ള ആ ഒരു കാലത്ത് ഈ പൂർണ്ണമായിട്ടുള്ള മോക്ഷവും ആർക്കും ഉണ്ടാവുന്നില്ല, മരണവും ഉണ്ടാവുന്നില്ല. എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമല്ലേ അതിന് മരണം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് മോക്ഷത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അത്രയും സമമായിട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങൾ പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്? അന്ന സ്ഥിതി ന, അന്ന സ്ഥിതി ന, അഹസ്, അഹസ് എന്ന് പറഞ്ഞാൽ പകലാണ്, അഹസിന്റെ സ്ഥിതി ന, പകലുകൾ ഇല്ല, പകല് എന്നുള്ളതില്ല. രാത്രേ ന, രാത്രിയുടെ സ്ഥിതിയും ഇല്ല, രാത്രി എന്നുള്ളതും ഇല്ല, പകലില്ല, രാത്രിയില്ല. പിന്നെയോ തത്ര, അവിടെ എന്താ പിന്നെ ഉള്ളത്? തത്രത്വം, അവിടെ അങ്ങുണ്ട്, ഭഗവാനുണ്ട്. എങ്ങനെയാണുള്ളത്? പരാനന്ദ പ്രകാശാത്മന, പര ആനന്ദ പ്രകാശാത്മന, ആത്മാവായിട്ട്. പരാനന്ദം, പരമായിട്ടുള്ള ആനന്ദം, പരമമായിട്ടുള്ള ആനന്ദം ഉള്ള ഒരു സ്വരൂപത്തില്, പരമാനന്ദ സ്വരൂപനായിട്ട്, പരമാനന്ദ പ്രകാശാത്മന, പരമാനന്ദവുമുണ്ട് പ്രകാശാത്മാവുമാണ്. പരമാനന്ദമുള്ളതായ പ്രകാശാത്മാവായിട്ടുള്ള ആളായിട്ട്, പരമാനന്ദ സ്വരൂപനായിട്ട്, പ്രകാശസ്വരൂപനായിട്ട് ആ ഭഗവാൻ. എത്ര ആൾക്കാരുണ്ട് അങ്ങനെയുള്ള? ഏക, ഒരാള് മാത്രം. ഏക പരാനന്ദ പ്രകാശാത്മന ഏക അശിഷ്യത കില, അശിഷ്യത ശേഷിച്ചു, ശേഷിച്ചു, ഒരാള് മാത്രമായിട്ട് ശേഷിച്ചുവല്ലോ. കില അശിഷ്യത കില, അങ്ങനെ ഒരാളായിട്ട് ഭഗവാൻ പ്രകാശാത്മാവായിട്ട് പരമാനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ മാത്രം അവിടെ അവശേഷിച്ചല്ലോ എന്ന് പറയാണ്. അപ്പൊ ഇപ്പോഴ് സ്ഥിതിയെ തുടങ്ങിയിട്ടില്ല, വിരാട് പുരുഷന്റെ ഉത്പത്തി തുടങ്ങിയിട്ടില്ല. ആ ലയം വന്ന സമയത്ത് ആ ഭഗവാൻ മാത്രം ഉള്ള ഒരവസ്ഥ എന്ന ദിക്കിലാണ് നമ്മളിപ്പോ ഈ ഒരു ശ്ലോകത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കതൊന്ന് പഠിക്കണല്ലോ. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത്, വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത്, പ്രാക് പ്രാകൃത പ്രക്ഷയേ, പ്രാക് പ്രാകൃത പ്രക്ഷയേ, വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത്, പ്രാക് പ്രാകൃത പ്രക്ഷയേ, മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ, ഗുണസാമ്യരുദ്ധ, ആ അക്ഷരം ശ്രദ്ധിക്കണം. മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ,
അവിടെ വ്യക്താവ്യക്തമിതം എന്നാ കിഞ്ചിത്ത് അഭവത്. കിഞ്ചിത്ത് അഭവത് കൂടി വരുമ്പോഴാണ് കിഞ്ചിത് അഭവത് എന്നാവുക. പിന്നെ ത്വയി എന്നും കിഞ്ചിത് അഭവത് പ്രാക് പ്രാകൃത പ്രാ പ്രാക് പ്രാ. അവിടെയൊക്കെ ആ പ്രാ എന്നുള്ളതിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. രണ്ടക്ഷരങ്ങൾ കൂടി വരുന്നതാണല്ലോ. പ്രാകൃത പ്രക്ഷയെ. അവിടെയൊക്കെ ആ ശക്തി അതിൻ്റെതായ ശക്തി തന്നെ കൊടുത്തുകൊണ്ട് ചൊല്ലേണ്ടി വരും. മായായാം ഗുണസാമ്യ രുദ്ധ വികൃതൗ. പിന്നെയുള്ളത് ത്വയി എന്നും ആഗതായാം. അവിടെ കൂടി വരുമ്പോൾ ത്വയി ആ അവിടെ യകാരം ഇരട്ടിച്ച് ത്വയ്യാഗതായാം എന്നാവും. ത്വയ്യാഗതായാം ലയം. നോ മൃത്യുശ്ച തദാമൃതം ച. നോ മൃത്യുശ്ച തദാമൃതം ച. സമഭൂത് ന. സമഭൂത് ന കൂടി വരുമ്പോൾ സമഭൂന്ന എന്നാവും. സമഭൂത്ത് എന്നാവും. സമഭൂന്ന. അത് കഴിഞ്ഞിട്ടാണ് സമഭൂന്ന എന്നുള്ളതിന്റെ കൂടെ അന്ഹ എന്നുള്ളത് കൂടും. സമഭൂന്ന കൂട്ടണം അന്ഹ. അപ്പൊ അവിടെ ദീർഘം വരും. സമഭൂന്നാന്നോ. സമഭൂന്നാന്നോ. ന രാത്രേ സ്ഥിതി. ന രാത്രേ സ്ഥിതി. നോ മൃത്യുശ്ച തദാമൃതം ച. സമഭൂന്നാൻഹോ. ന രാത്രേ സ്ഥിതി. തത്ര ഏക കൂടി വരുമ്പോൾ തത്ര ഏക തത്രൈക എന്നാവും. ഐ എന്ന് വരും. ആ ഏ കൂടുമ്പോ ഐ ആണ് വരിക. അപ്പോ തത്രൈക. ത്വം. അടുത്തത് ത്വം എന്നാണ്. അപ്പോ ക എന്നുള്ള വിസർഗവും പിന്നെ ത്വം എന്ന് കൂടുമ്പോൾ ആ വിസർഗം സകാരായിട്ട് കസ്ത്വം എന്നാവും. അപ്പൊ തത്രൈകസ്ത്വം. തത്രൈകസ്ത്വം. അടുത്തത് അശിഷ്യഥ. അശിഷ്യ ഥ. അവിടെ ഥ എന്നുള്ള അക്ഷരം അധികരമായിട്ടുള്ള ഥകാരാണ്. അശിഷ്യഥ. അവിടെ വിസർഗമായിട്ട് തന്നെ ഉച്ചരിക്കണം. അവിടെ അവസാനം തത്രൈകസ്ത്വം എന്നാണല്ലോ വന്നത്. അതും അശിഷ്യത എന്ന് കൂടുമ്പോൾ അനുസ്വാരം മകാരായിട്ട് തത്രൈകസ്ത്വം അശിഷ്യഥ. തത്രൈകസ്ത്വം അശിഷ്യഥ. കില പരാനന്ദ പ്രകാശാത്മന. കില പരാനന്ദ പ്രകാശാത്മന. കില പരാനന്ദ പ്രകാശാത്മന.
തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാന്ഹോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ ഇതിൽ തന്നെ മൂന്നാമത്തെ വരി അവസാനം സ്ഥിതി എന്നാണല്ലോ, വിസർഗം. സ്ഥിതി വിസർഗമുണ്ട്. പിന്നെ അടുത്ത വരി നാലാമത്തെ വരി തുടങ്ങുന്നത് തത്ര എന്നാണ്. അവിടെ അതേ കൂടി വരുമ്പോൾ സ്ഥിതിസ്തത്ര, അവിടെ സകാരം വരും. വിസർഗത്തിന്റെ സ്ഥാനത്ത് സകാരം വന്നിട്ട് കൂട്ടിച്ചെല്ലാം. സ്ഥിതിസ്തത്ര, സ്ഥിതിസ്തത്രൈകത്വം, അങ്ങനെയാവാം, ഏകസ്ത്വം. കില പരാനന്ദ അശിഷ്യത കില പരാനന്ദ പ്രകാശാത്മന നോ മൃത്യുശ്ച തദാമൃതഞ്ച സമഭൂന്നാന്ഹോ ന രാത്രേ സ്ഥിതിസ്തത്രൈകത്വമശിഷ്യത കില പരാനന്ദ പ്രകാശാത്മന. അപ്പൊ ഇവിടെ നമ്മള് ആ പ്രളയം സംഭവിച്ച സമയത്ത്, മഹാപ്രളയത്തിന്റെ സമയത്ത് ഗുണങ്ങളൊക്കെ സമാസമങ്ങള് ഒരേപോലെയായി വന്ന് മായ ഭഗവാനിൽ ലയിച്ചു. ആ സമയത്ത് മൃത്യുവോ അല്ലെങ്കിൽ അമരത്വമോ മോക്ഷമോ ഒന്നുമില്ല. പകലില്ല, രാത്രിയില്ല. അപ്പോഴ് അവിടെ പരാനന്ദം പ്രകാശാത്മാവുമായിട്ടുള്ള ആ ഭഗവാൻ മാത്രം അവശേഷിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. വ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാന്ഹോ ന രാത്രേ സ്ഥിതിസ്തത്രൈകത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ. ഈ രാത്രേ എന്നുള്ള വിസർഗം വേണ്ടി വരുമോ? ഏതാ രാത്രേ സ്ഥിതി എന്നുള്ള? രാത്രേ എന്നുള്ള സ്ഥിതി അല്ല, അതും കൂട്ടിച്ചെല്ലാം. രാത്രേ സ്ഥിതി കൂട്ടിച്ചെല്ലാം. കാരണം സാന്ന് സ്ഥിതി എന്നൊന്നില്ല, അപ്പോ വിസർഗം പോകണ്ടല്ലേ ശരിക്കും? രാത്രേസ് സ്ഥിതി, അപ്പോ രണ്ട് സകാരം വരും എന്ന് മാത്രമേ ഉള്ളൂ. രാത്രേ സ്ഥിതി, അവിടെയും വിസർഗമായിട്ട് ചെല്ലണമെന്നില്ല, സകാരത്തിന്റെ കൂടെ കൂടും. അങ്ങനെ ഒന്നാമത്തെ ദശകം കഴിഞ്ഞു. അല്ല, അഞ്ചാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ശ്ലോകത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ആചാര്യ, ഒരു സംശയം. ആ, രുദ്ധ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ് അർത്ഥം പറഞ്ഞെന്ന്? ഗുണസാമ്യ രുദ്ധ വികൃതവും. അതെ, ഗുണസാമ്യം വരുന്ന സമയത്ത്
വികൃതികൾ ഉണ്ടാവുന്നില്ല. അതായത് സൃഷ്ടികളൊന്നും ഉണ്ടാവുന്നില്ല, സൃഷ്ടികൾ നടക്കുന്നില്ല എന്നർത്ഥം. എല്ലാവർക്കും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ സമാസമമായിട്ട് ഉള്ള അവസ്ഥയിൽ ഒരു തരത്തിലുള്ള സൃഷ്ടികളോ ഒരു തരത്തിലുള്ള സംഹാരങ്ങളോ ഒരു തരത്തിലുള്ള സ്ഥിതികളോ ഒന്നും ഇല്ല. അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഈ ഗുണങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചാണ് വരുന്നത്. അപ്പോ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരൊക്കെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ദേവതമാരായിട്ട് പറയുമ്പോൾ ആ ദേവതമാര് അങ്ങനെ ആവാനുള്ള കാരണം അവർക്ക് ഈ സാത്വിക, രാജസ, താമസികമായിട്ടുള്ള ഗുണങ്ങള് വ്യത്യാസങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. ചില ഗുണങ്ങൾ ഉള്ള അവസ്ഥയില് സൃഷ്ടി ഉണ്ടാവും. രജോ ഗുണം കൂടുന്ന സമയത്താണ് സൃഷ്ടി ഉണ്ടാവുക. സത്വഗുണം കൂടുന്ന സമയത്താണ് അത് സംരക്ഷിക്കപ്പെടുക. തമോ ഗുണം കൂടുന്ന സമയത്താണ് അതിന് മരണം, നാശം, സംഹാരം എന്നുള്ള അവസ്ഥ ഉണ്ടാവുക. അങ്ങനെയാണ് ബ്രഹ്മാവ് രജോമൂർത്തിയായിട്ടും മഹാവിഷ്ണു സാത്വികമൂർത്തിയായിട്ടും പരമശിവൻ താമസമൂർത്തിയായിട്ടും അറിയപ്പെടുന്നത്. ഈ താമസമൂർത്തിയായ പരമശിവൻ എന്ന് പറയുമ്പോൾ ഒരു മോശക്കാരൻ എന്നല്ല, ആ തമോ ഗുണം കൂടുതലായിട്ട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ചിലപ്പോ പറയാറുണ്ട്, ചില ആൾക്കാർക്ക് ഈ ഗുണങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഈ സത്വഗുണവും ഏറ്റവും കൂടുതൽ സത്വഗുണമുള്ള ആൾക്കാര് അതിൽ തന്നെ സത്വഗുണത്തിനോട് ഏറ്റവും കൂടുതൽ സത്വഗുണമാണെങ്കിലും പിന്നെ അടുത്ത് ഉള്ളത് രജോ ഗുണമായിട്ട്, രജസ്സും തമസ്സും കൂടുതലായിട്ടുള്ളവര്, തമസ് കുറവുള്ളവര്, പിന്നെ സത്വഗുണം കൂടുതലുണ്ട്, തമോ ഗുണം കൂടുതലുള്ളവര്, അപ്പൊ തമസ്സും സാത്വികമായിട്ടും അവർക്ക് അങ്ങനെ അങ്ങനെ ആ വ്യത്യാസങ്ങളൊക്കെ വരും. അതിനനുസരിച്ചാണ് മനുഷ്യരുടെ സ്വഭാവങ്ങളൊക്കെ, മനുഷ്യരുടെ എന്നല്ല എല്ലാ ജീവജാലങ്ങളുടെയും സ്വഭാവം മാറി മാറിയിരിക്കാനുള്ള കാരണം. ചെറിയ ചെറിയ സ്വഭാവ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അതിന്റെ കാരണം ഇതാണ്, ഈ ഗുണങ്ങള് വ്യത്യാസമായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഒരേ സഹോദരന്മാരാണെങ്കിൽ തന്നെ എന്തായാലും ശരി, അപ്പോ ഈ ഗുണങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് സ്വഭാവത്തിന് വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരേ ജീവികളായിട്ട് കാര്യമില്ല. ഇതേപോലെ ഗുണങ്ങൾ വ്യത്യാസമായിട്ട് വരും. തമോ ഗുണം കൂടുന്നവർക്കാണ് ഈ സംഹാര താല്പര്യങ്ങൾ കൂടുതൽ ഉണ്ടാവുക. രജോ ഗുണം കൂടുതലുള്ളവർക്കാണ് പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാൻ തോന്നുക, പലതും ഉണ്ടാക്കാൻ തോന്നുക. സാത്വിക ഗുണമുള്ളവര് ഉള്ളതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ സൃഷ്ടി ചെയ്യാനുള്ള രജോ ഗുണമോ സംരക്ഷിക്കാനുള്ള സാത്വിക ഗുണമോ സംഹരിക്കാനുള്ള താമസ ഗുണമോ ഒന്നും കൂടുതലായിട്ടില്ലാതെ സമമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഒരു പ്രവർത്തനവും ഉണ്ടാവുന്നില്ല. അതാണ് വികൃതി രുദ്ധമായി എന്ന് പറയുമ്പോൾ. സൃഷ്ടികൾ, വികൃതി എന്ന് പറയുമ്പോൾ കൃതികളാണ്, വികൃതികൾ, വിശേഷമായിട്ടുള്ള കൃതികൾ ചെയ്യുക, ചെയ്യുന്നത് രുദ്ധമായി, ചെയ്യുന്നത് ഇല്ലാതെയായി. അതാണ് രുദ്ധ വികൃതവും എന്ന് പറയാൻ. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലെ. കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു
തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. കാല കർമ്മ ഗുണ ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം ഏയുഷി ത്വയി തദാ നിർലീനതാം ആയയു തേഷാം ന ഏവ വദന്തി അസത്വം അയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയ ഭവേത് സംഭവ. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് പഠിക്കാം. കാല കർമ്മഗുണാശ്ച കാല കർമ്മഗുണാശ്ച ജീവനിവഹ ജീവനിവഹ കാല കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ വിശ്വം ച കാര്യം വിഭോ കാല കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ. അതിൽ വലിയ ബുദ്ധിമുട്ടുള്ള ശബ്ദങ്ങളൊന്നുമില്ല. ചില്ലീലാരതിം ചില്ലീലാരതിം ചിത്ത് ലീല ചില്ലീല ചില്ലീലാരതിം ഏയുഷി രതിം ഏയുഷി ചില്ലീലാരതിമേയുഷി ത്വയി തദാ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാം ആയയു. അവിടെ അനുസ്വാരം മകാരായിട്ട് നിർലീനതാമായയു നിർലീനതാമായയു ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു തേഷാം. പിന്നെ ന ഏവ ന ഏവ കൂടുമ്പോ നൈവ എന്നാവും. തേഷാം നൈവ
വദന്തി അസത്വം. അപ്പൊ വദന്തി അസത്വം, വദന്തി അസത്വം, വദന്തി അസത്വം കൂടുമ്പോ വദന്തി അസത്വം, വദന്തി അസത്വം. അതിന്റെ കൂടെ അയി എന്ന് കൂടുമ്പോ വദന്തി അസത്വമയി എന്നാവും. പിന്നെ ഭോ തേഷാം നൈവ വദന്തി അസത്വമയി ഭോ. തേഷാം നൈവ വദന്തി അസത്വമയി ഭോ. ശക്ത്യാത്മനാ തിഷ്ഠതാം. ശക്ത്യാത്മനാ തിഷ്ഠതാം. അവിടെ ഭോ എന്നുള്ള വിസർഗവും ശക്ത്യാത്മന എന്നുള്ളതും കൂടി കൂട്ടിച്ചെല്ലുമ്പോ ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. തേഷാം നൈവ വദന്ത്യസത്വമയി. ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. നോ ചേത് കിം, നോ ചേത് കിം. ഗഗനപ്രസൂന സദൃശാം. ഗഗനപ്രസൂന സദൃശാം. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം. ഭൂയ അത് ഭൂയോ, ഭവേത് സംഭവ. അവിടെ ഭ എന്നുള്ള അക്ഷരം ഘോഷാക്ഷരാണ്. ഭൂയോ ഭവേത് സംഭവ. ഭവേത് സം, അവിടെ ഭവേത് സം എന്നാവും. ഭവേത് സംഭവ. ഭൂയോ ഭവേത് സംഭവ. ഭൂയോ ഭവേത് സംഭവ. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം. ഭൂയോ ഭവേത് സംഭവ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അന്വയം അനുസരിച്ചൊന്ന് അർത്ഥങ്ങൾ നോക്കാം. അപ്പൊ ഇവിടെ വിഭോ എന്ന് സംബോധനയാണ്. വിഭോ, വിഭോ എന്ന് പറഞ്ഞാൽ വിഭുവായിട്ടുള്ള ആളെ, വിഭുവായിട്ടുള്ളവനെ. വിഭു എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ് വിഭു എന്നുള്ളതിന്. തഥാ കാല കർമ്മ ഗുണാശ്ച. തഥാ എന്ന് പറയുമ്പോൾ അപ്പോൾ. ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ഒരു സമയമുണ്ടല്ലോ, ആ മഹാപ്രളയം സംഭവിച്ച സമയത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ അന്ന് എന്നർത്ഥം. അപ്പോൾ ആ പ്രളയത്തിന്റെ സമയത്ത്, പ്രളയകാലത്ത്
കാല കർമ്മ ഗുണാശ്ച. കാലം കാലം എന്നുള്ളതും കർമ്മ കർമ്മം എന്നുള്ളതും ഗുണാശ്ച ഗുണങ്ങളും. അപ്പോ കാലം ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ നീങ്ങുന്നത്. കാലമുള്ളത് കൊണ്ടാണ്. ഈ ഓരോ ആൾക്കാർക്കും ചിലർക്ക് നല്ല നല്ല കാര്യങ്ങൾ, സുഹൃതങ്ങള്, ചിലർക്ക് നല്ലതല്ലാത്ത ദുഷ്കൃതങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും. അതൊക്കെ കാലത്തിന്റെ ആ ഗുണം എന്നോ അല്ലെങ്കിൽ അതിന്റെ പ്രകൃതം കൊണ്ട് സംഭവിക്കുന്നതാണ്. കാലത്തിന്റെ സ്വരൂപം കൊണ്ട് ഉണ്ടാകുന്നതാണ്. കർമ്മം, അതേപോലെ തന്നെ സത്വ രജസ് തമസാകുന്ന ഗുണങ്ങള്, ഇവയൊക്കെ കാലം കർമ്മം ഗുണങ്ങൾ ഇതൊക്കെയും പിന്നെ ജീവനിവഹങ്ങളും. നിവഹങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. ജീവനിവഹം ജീവനുള്ള അതിന്റെയൊക്കെ കൂട്ടം. അപ്പൊ ജീവസമൂഹം എന്നർത്ഥം, ജീവികൾ എന്നർത്ഥം. ഇപ്പൊ പരബ്രഹ്മത്തിന്റെ മുന്നില് മനുഷ്യൻ എന്നോ മൃഗങ്ങൾ എന്നൊന്നും ഇല്ല. ജീവനുള്ളതൊക്കെ ജീവികളാണ്. ഒക്കെ ജീവികൾ എന്നർത്ഥം. സൃഷ്ടിച്ചതൊക്കെ ജീവികളാണ്. ആ ജീവികൾ എന്നർത്ഥം. അപ്പൊ ജീവനിവഹ ജീവികളും. അതുപോലെ കാര്യം വിശ്വം ച. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളത്, എന്തെങ്കിലും ചെയ്തിട്ട് ഉള്ളതാണ് കാര്യം. വിശ്വം ച കാര്യം വിശ്വം ച കാര്യമായിട്ടുള്ള വിശ്വവും. അപ്പൊ ഈ പ്രപഞ്ചം എന്നുള്ളതിനെയാണ് വിശ്വം എന്നുള്ളത് ഉദ്ദേശിച്ചത്. കാര്യമായിട്ടുള്ള വിശ്വം. ഈ വിശ്വം എന്നുള്ളത് ആദ്യം ഉള്ളതല്ല, അത് കാര്യമാണ്, ചെയ്തിട്ട് ഉണ്ടായതാണ് ഈ പ്രപഞ്ചം. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യം വിശ്വം ച. മായയാണ് ഈ വിശ്വത്തിന്റെയൊക്കെ സൃഷ്ടാവ്. ആ മായയെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ വിശ്വവും ഈ പ്രപഞ്ചവും ചില്ലീലാരതിം ഏയുഷി ത്വയി. ചില്ലീലാരതിം. ചില്ലീല എന്ന് പറയുമ്പോൾ ചിത്ത് ആകുന്ന ലീല. അതില് രതി ഉണ്ടാവുക. താല്പര്യം എന്നർത്ഥം. രതി എന്നുള്ളതിന് താല്പര്യം എന്നർത്ഥം. അപ്പൊ നമുക്ക് പല പല താല്പര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇവിടെ ചില്ലീലാരതിം, അതിലാണ് താല്പര്യം. ചില്ലീലയില് രതി ഉണ്ടാകും. അതായത് ചില്ലീല എന്ന് പറയുമ്പോ ചൈതന്യം, ആ ചൈതന്യം ആകുന്ന ലീല, അതില് താല്പര്യത്തെ ഉണ്ടാവുക. അപ്പൊ ഭഗവാനാകുന്ന ചൈതന്യം, ആ ചൈതന്യത്തോട് താല്പര്യം വന്നിട്ട് എന്നർത്ഥം. അതില് താല്പര്യത്തെ പ്രാപിച്ചിട്ട് ആ രതിം ഏയുഷി ത്വയി, അങ്ങനെ താല്പര്യത്തെ പ്രാപിച്ച് ഭഗവാനാണ് ഈ ചില്ലീലാരതി, ഈ ചൈതന്യങ്ങൾ മുഴുവൻ തന്നിലേക്ക് ലയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചില്ലീലയിൽ താല്പര്യത്തെ ഉണ്ടായിട്ട് അങ്ങയിൽ നിർലീനമായിട്ട് ഭവിച്ചു. ലീനം ലയിച്ചത്. നിശേഷേണ ലീനം, നിശേഷമായിട്ടും ലയിച്ചു. അങ്ങനെയുള്ള അവസ്ഥയെ പ്രാപിച്ചു എന്നർത്ഥം. അപ്പൊ ഭഗവാന് ആ ചിത്ത് ഒക്കെ ലയിക്കണം എന്ന് താല്പര്യമുണ്ടായപ്പോ ആ ഭഗവാൻ ആ മായ ഗുണങ്ങള്, പിന്നെ കാലം കർമ്മം ജീവികള്, ഈ കാര്യമായിട്ടുള്ള ഈ വിശ്വം, ഇതിനെയൊക്കെ തങ്കലേക്ക് ലയിപ്പിച്ചു എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഭഗവാനിലേക്ക് തന്നെ ഏയുഷി, ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു. എന്നിട്ട് ഭഗവാന് അങ്ങനെ താല്പര്യം ഉണ്ടായപ്പോഴാണ് എല്ലാം നിർലീനതാമായു, അതൊക്കെ ലീനമായിട്ട് വന്നു.
എന്നിട്ട് പിന്നെയും സംബോധന ചെയ്യാണ്. ഐ ഹോ ഓ, ഐ എന്ന് പറഞ്ഞാൽ അല്ലയോ, ഹോ ഓ. ശക്തിയാത്മനാ തിഷ്ഠതാം തേഷാം അസത്വം ഏവ വദന്തി. ശക്തിയാത്മനാ തിഷ്ഠതാം, ശക്തിയാത്മാവായിട്ട് തിഷ്ഠതാം, നിൽക്കുന്നവരുടെ എന്നർത്ഥം. ശക്തിയാത്മാവായിട്ട്, ശക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം, അങ്ങനെ നിൽക്കുന്നവരുടെ തേഷാം, അവരുടെ അസത്വം ന ഏവ വദന്തി. ഈ അങ്ങനെ ശക്തികളായിട്ട് ഭവിക്കുന്ന പലതും ഉണ്ടല്ലോ. ഇതൊക്കെ ശക്തി ആത്മാവായിട്ട് നിൽക്കുന്നു. അതിനൊക്കെ അസത്വം, അത് തീരെ ഇല്ലാതായി എന്ന് പറയുന്നില്ല. ഈ ശക്തി എന്ന് പറയുന്ന മായ, ഈ ശക്തി കൊണ്ടാണ്, മായ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ലയിക്കുന്ന സമയത്ത് എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു എന്ന് പറയുമ്പോ ഈ ശക്തി ഇല്ലാതായി എന്ന് പറയുന്നില്ല എന്നർത്ഥം. ശക്തി ഇല്ലാതാവുന്നൊന്നുമില്ല, ശക്തി ഉണ്ട്, തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തേഷാം അസത്വം ന ഏവ വദന്തി, അത് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നോചേത് ഗഗനപ്രസൂന സദൃശാം ഭൂയസംഭവാക്യം ഭവേത്. അപ്പൊ അങ്ങനെ ശക്തി അങ്ങോട്ട് തീരെ ഇല്ലാതായി എന്ന് ആണെങ്കിൽ പിന്നെയും എങ്ങനെയാണ് സൃഷ്ടികൾ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അവിടെ അന്തർലീനമായിട്ട് കടന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഗഗനപ്രസൂന സദൃശാം, ആകാശ കുസുമതുല്യങ്ങളായിട്ടുള്ള, ആകാശ പ്രസൂനം, ഗഗനപ്രസൂനം, ഗഗനം ആകാശം, ആകാശപ്രസൂനം, ആകാശ പുഷ്പങ്ങള്, അതിന് തുല്യമായിട്ടുള്ള ഇവയ്ക്ക് ഭൂയ സംഭവ കിംഭവേ, പിന്നെയും എങ്ങനെയാണ് ഉത്പത്തി, ഉദ്ഭവ, സംഭവ, ഉത്പത്തി എങ്ങനെയാണ്, കിംഭവേത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അസത്വം എന്നുള്ളത് ഇതൊന്നും ഇല്ല, ഈ ശക്തി പോലും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ ആകാശ പൂവ് എന്നൊക്കെ പറയുന്നതിന് അതുപോലെയായി. ആകാശപ്പൂവ് എന്ന് പറഞ്ഞൊന്നില്ലല്ലോ, അതേപോലെയായി. അപ്പൊ അങ്ങനെയാകുമ്പോ രണ്ടാമത് ഉണ്ടാവുക എന്നുള്ള ഒരു വിഷയം ഉണ്ടാവുന്നില്ല. ഈ ചില്ലീല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചൈതന്യത്തില്, സ്വന്തം സ്വരൂപത്തില്, ധ്യാനത്തില് ലയിക്കുക എന്നുള്ള അവസ്ഥയാണ്. അപ്പോ ഈ ഒരു ശ്ലോകത്തിലും എല്ലാം ലയിച്ചു കഴിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയെ പറ്റി പറയുമ്പോഴും ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നില്ല, പക്ഷേ കാണാനില്ല, ശക്തി പോലും കാണാനില്ല, എല്ലാം അതിൽ ലയിച്ചു കടന്നു. ഏതെങ്കിലും ഒരു ഗുണം കൂടുതലായിട്ട് വന്നാൽ മാത്രമേ അത് പ്രകടമാവുള്ളൂ, അനുഭവത്തിൽ വരുള്ളൂ. ഇവിടെ സമാസമമായിട്ട് വന്നതുകൊണ്ട് ഈ കാലം, ഗുണം, കർമ്മ, അതുപോലെ മറ്റുള്ള ജീവികള് എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ശക്തി എന്നുള്ളത്, ശക്തിയാത്മാവായിട്ട് നിൽക്കുന്ന ആ വിഷയങ്ങള് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ, അങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ലാതായി എങ്കിൽ പിന്നെ സൃഷ്ടിക്ക് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തീരെ ഇല്ലാതായി എന്ന് പറഞ്ഞുകൂടാ, കാണാനില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നമുക്ക് ഇതിനനുസരിച്ച് ഇങ്ങനെ ശ്രമിക്കണം. കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു.
തേഷാം നൈവ വദന്ത്യ സത്വമൈഭോശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. അപ്പൊ നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങള് ഒരുമിച്ചൊന്ന് ചൊല്ലി നോക്കാം. ദശകം 5 വിരാട് പുരുഷ ഉത്പത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാഹ്നോ നരാത്രേ സ്ഥിതിസ്തത്രൈകത്വം അശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ കാലഃ കർമ്മഗുണാശ്ച ജീവനിവഹാ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയുഃ തേഷാം നൈവ വദന്ത്യ സത്വമൈഭോശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. ഇതില് ഭോ എന്ന് പറഞ്ഞ വിസർഗം വേണോ ശരിക്ക്? സംബോധനയല്ലേ അത്? ഈ മൂന്നാമത്തെ വരി രണ്ടാമത്തെ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ ശ്ലോകല്ലേ അത്? മൂന്നാമത്തെ വരി തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ എന്നൊരു അത് ഭോ വിസർഗമുണ്ട്. സംബോധനയല്ലേ? സംബോധനയാണ്, അവിടെ വിസർഗമുണ്ട്. അത് എന്താ ബഹുവചനായിട്ടാണോ? ഏതാ ബഹുവചനാണോ അത്? അല്ലല്ല, ഭോ എന്നുള്ളത് സംബോധനയ്ക്ക് പ്രയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന് വിസർഗമുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഈ അഭിവാദ്യമൊക്കെ ചെയ്യുമ്പോ അവസാനമില്ലേ അഹമസ്മി ഭോ, അത് വിസർഗമായിട്ടാണ് വരിക. ഭോ വിസർഗമായിട്ടാണ് ആ പ്രയോഗം. അത് അവ്യാണ് ശരിക്കും. സംശയം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ടോ വന്നതുണ്ടെങ്കിൽ ചോദിക്കാം. ആചാര്യ, അതേ രണ്ടാമത്തെ ശ്ലോകത്തിലെ ഭവേത് സംഭവ ലാസ്റ്റ് അത് എന്തുകൊണ്ടാണ് ഭവേത് സംഭവ എന്ന് ഒരുമിച്ചെടുക്കണം എന്നുള്ള അവിടെ എന്തെങ്കിലും ഗ്രാമർ? അത് ഈ ഭൂയോ ഭവേത് സംഭവ, ഭവേത് സംഭവ സാധാരണ ശ്ലോകമായിട്ട് ചെല്ലുമ്പോ കൂട്ടിയിട്ട് തന്നെയാണ് ചെല്ലുക. ഭവേത്സം എന്ന് ചെല്ലാം, ഭവേത് സംഭവ അത് കൂട്ടിച്ചൊല്ലാം. അല്ലെങ്കിൽ ഭവേത് സംഭവ രണ്ടായിട്ടാണ് വരിക. ശ്ലോകം ചെല്ലുമ്പോ ഭവേത് സംഭവ എന്ന് തന്നെ ചെല്ലാം. അത് തന്നെയല്ലേ ചോദ്യം ഉണ്ടായത്? അതന്നെ ആചാര്യ, അതന്നെ. ഹരിയേട്ടാ, ഈ ഗഗനപ്രസൂനം എന്ന് പറഞ്ഞ പ്രയോഗത്തില് പഞ്ചഭൂതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതാ ഗഗനപ്രസൂനം എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ. അതെ അതെ. അതിൽ പഞ്ചഭൂതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പഞ്ചഭൂതമായിട്ട് ബന്ധമുണ്ടോ എന്നല്ലേ? പഞ്ചഭൂതങ്ങളില് പറയുകയാണെങ്കിൽ ആകാശത്തിനാണ് പിന്നെ പൂവായിട്ട് കൂടുതൽ ബന്ധം പറയാനുള്ളത്. എന്നിപ്പോ മുഴുവനായിട്ട് അത് പറയാൻ പറ്റില്ല. എന്നാലും മറ്റുള്ളതിനൊക്കെ ഉള്ളതിലും ഒരു കൂടുതലായിട്ടുള്ള ഒരു വ്യത്യാസം ഒരു ചെടിയെ സംബന്ധിച്ച് പൂവിന് എന്ന്. പക്ഷെ ഇതിപ്പോ ഇവിടെ പറഞ്ഞത് അതല്ല കേട്ടോ. ഈ ആകാശ താമര എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട്. ഇല്ലാത്തതിനെ പറയുന്നതാണ് ആകാശ താമര എന്നൊക്കെ പറയാം. ആകാശത്ത് താമര ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ആകാശ കുസുമം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു സംഭവത്തിനെ കുറിച്ച് പറയുന്നതാണ്. ഇല്ലാത്ത ഒരു സംഭവത്തിനാണ് ആകാശത്താമര എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട്. ആകാശത്താമര, ആകാശത്ത് താമര ഉണ്ടാവുള്ളൂ, അത് വെള്ളത്തിലല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇല്ലാത്ത ഒരു വസ്തുവിനെ പറയുന്നതിന് ഈ ആകാശ കുസുമം, ആകാശ പുഷ്പം എന്നൊക്കെ പറയും.
അപ്പൊ അസത്വം ഇതൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഈ ഇല്ലാത്ത ആകാശപ്പൂവ് പോലെ ആയിപ്പോയി എന്നർത്ഥം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെയല്ല എന്ന് പിന്നെ പറയുകയും ചെയ്യാണ്. ഈ ശക്തി ഇല്ലാതായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് രണ്ടാമത് ഒരു ഉണ്ടാവലില്ലല്ലോ. ശക്തി ഉണ്ട്. ശക്തി കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ശക്തി അങ്ങോട്ട് ഇല്ലാതായി എന്നില്ല. ശക്തി ഇല്ലാതാവുന്നില്ല. ശക്തി അവിടെ അന്തർലീനമായിട്ട് കിടക്കുകയാണ്, ഉള്ളിലേക്ക് വലിഞ്ഞു കിടക്കുകയാണ് എന്നർത്ഥം. ഇല്ലാതാവുന്നില്ല, ഉള്ളിലുണ്ട്. അതെപ്പം വേണമെങ്കിലും പുറത്ത് എടുക്കാം, പുറത്ത് വരും. അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ ഇല്ലാതാവുകയാണ് എങ്കിൽ പിന്നെ ഉള്ളതൊക്കെ ഈ ആകാശത്തിലുള്ള പൂവ് എന്ന് പറയുന്നത് പോലെയായി. പിന്നെ ഒരു പ്രപഞ്ചവും ഇല്ല, ഒന്നുമില്ല. ഇല്ലാത്തൊരു വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ആകാശകുസുമം. ആചാര്യ, മരുമരീചിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കില്ലേ? അപ്പൊ അതില്ലല്ലോ. മരുമരീചികയിലെ ജലം എന്ന് പറയില്ലേ, മരുമരീചിക. അതെ 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 അതേപോലെ തന്നെ. ഇത് ഓരോ കൽപ്പത്തിലും ഇത് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നർത്ഥം. ഓരോ കൽപ്പത്തിലും പുതിയതായിട്ട് ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒക്കെ ഉള്ളിലേക്ക് വലിച്ചിട്ട് പിന്നെ അവിടുന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ ചിലപ്പോ അതേപോലെ ആയിക്കൊള്ളുന്നില്ല വരുന്നത്. അല്ല, അത് ശരി. പക്ഷെ എന്നാലും പുതിയതായിട്ടല്ല, ഒക്കെ ഉള്ളത് തന്നെ വീണ്ടും മാറ്റത്തോടുകൂടി വരണമെന്ന് മാത്രം. അതെ അത് തന്നെ അതാ പറഞ്ഞത്. ആകാശവും പുഷ്പമായിട്ട് ബന്ധമുണ്ടല്ലോ, പഞ്ചഭൂതങ്ങളിൽ. അപ്പൊ അങ്ങനെ ഒരു സംശയം വന്നതാണ്. അത് ഈ ആകാശം പുഷ്പമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ നമ്മള് പൂവ് ചൂടുന്നത് ചെവിയില് ആണല്ലോ, ചെവിയില് അല്ലെങ്കിൽ ശിരസില്. ഇത് ആകാശത്തിന്റെ സ്ഥാനമാണ് ശരിക്കും. ആകാശത്തിന്റെ, കാരണം ശിരസിലായാല് ശിരസ് ആകാശത്തിന്റെ ഇവിടെ ആയിട്ടൊക്കെയാണ് ആകാശത്തിന്റെ സ്ഥാനം. ക്രമത്തിൽ വരുമ്പോ പാദത്തില് പൃഥിവി, നാഭിയില് അപ്പുകള്, ഹൃദയത്തില് തേജസ്, കഴുത്തില് വായു, ഇവിടെ ഈ ഭാഗത്ത് ആയിട്ട് ആകാശം. അതാണ്, ഇങ്ങനെയാണ് ഒരു ആകാശം. അപ്പൊ ഈ ആകാശം പിന്നെ ചെവിയായിട്ടുള്ള ബന്ധം എന്താണെന്ന് വിചാരിച്ചാല്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആദ്യം ഉണ്ടായത് ശബ്ദമാണ് എന്നൊക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അത് ഇതിന്റെ ബാക്കിയും കൂടി ആകുന്ന സമയത്ത് അതിന്റെ ഉത്തരം നമുക്ക് തന്നെ കിട്ടും. ആദ്യം ഉണ്ടാവുന്നത് എന്നർത്ഥം ഈ ഇതാണ്. ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്, ഈ ദശകത്തിൽ തന്നെ ഇനി വരാൻ പോകുന്നുണ്ട് ശബ്ദം. ആ ശബ്ദമുണ്ടായിട്ട് ആ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആകാശം ഉണ്ടാകുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആദ്യം ഉണ്ടായത് ഒരു പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറിയില് അതാണ് ശബ്ദം. ആ ശബ്ദത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത്. പിന്നെ ക്രമത്തില് ആ ആകാശത്ത് നിന്ന് വായു, തേജസ് എന്ന് പറഞ്ഞ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൂടാ. ഇത് ഈ ഒരു ഉപമ പോലെ വന്നതാണ്. അതിലിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ബന്ധം ഉണ്ടായിക്കൂടായികയില്ല വേണമെങ്കില്. കാരണം ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതാണ് ആകാശം. ആ ആകാശത്ത് ഒരു പുഷ്പം അങ്ങനെ തന്നെ പൊട്ടിമുളക്കിയല്ല ഉണ്ടാവുന്നത് എന്ന് വേണേ കരുതാം. അത് ആ കുസുമം ഉണ്ടാവുന്നത് ആ ആകാശത്ത് നിന്നുണ്ടായ വായുവിൽ നിന്നുണ്ടായ തേജസ്, തേജസ്സിൽ നിന്നുണ്ടായ ജലം, ജലത്തിൽ നിന്നുണ്ടായ പൃഥിവി, ആ പൃഥിവി ജലവുമായിട്ട് യോജിച്ച് ആ ജലത്തിലാണ്
ജലവും പൃഥ്വിയായിട്ട് ചേർന്നിട്ടാണ് പിന്നെ സൃഷ്ടികൾ ഉണ്ടാവുന്നത്. ആ സൃഷ്ടിയിൽപ്പെട്ട ഒരു ചെടിയാണെങ്കിൽ ആ ചെടിയുടെ വേര്, പിന്നെ തണ്ട്, അതിനേക്കാൾ മേലെ പോകുന്നത് ഇലയാണ്, പിന്നെ കായയും പിന്നെ പുഷ്പങ്ങളും ഒക്കെ ഉണ്ട്. അതില് ഈ കായയാണെങ്കിൽ കായ അതിന്റെ വിത്തായിട്ട് പറയുകയാണെങ്കിൽ, കായ എന്ന ഒരു പൂവ്, കായ ഇല്ലാത്ത ഒരു പൂ മാത്രമുള്ള ഒരു ചെടിയാണെന്ന് വിചാരിക്കാം. അതില് വേര്, തണ്ട്, ഇല കഴിഞ്ഞ് പിന്നെ വരുന്നത് വിത്താണ്. ആ പൂവിലാണ് വിത്ത് ഉണ്ടാവുക അല്ലെ? ചിലതിലൊക്കെ ആ വിത്ത് കഴിഞ്ഞിട്ട് പൂവ് കൂട്ടുക. ആ വിത്ത് എന്ന് പറയുന്നത് അത് പിന്നെയും ഉണ്ടാവും, പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ മാറി മാറി കളിക്കും അല്ലെ ആ വിത്ത്. എന്നാൽ ആ പൂവിന് പിന്നെ ഒരു ഇതില്ല, അത് പ്രകാശിച്ച് അതിന്റെ പരിപൂർണമായി കഴിഞ്ഞു. പിന്നെ അതിനൊരു രണ്ടാമത് ഒരു സൃഷ്ടിയില്ല. അതാ വിത്തിന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ചെടിയെ സംബന്ധിച്ച് അതിന്റെ പരിപൂർണ ഭാവം എന്നുള്ളത് പുഷ്പമാണ്. ചെടിയെ സംബന്ധിച്ച് അതിൽ പിന്നെ ഒരു ജനനം ഇല്ല, മോക്ഷം ഇല്ല. മോക്ഷാവസ്ഥ, ചെടിയുടെ പുഷ്പിത അവസ്ഥ അതിന്റെ മോക്ഷത്തിന്റെ ഭാവമാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയേ ഉള്ളൂ. അത് നേരിട്ട് സംഭവിക്കുകയില്ല. ആ പിന്നെ ആകാശത്തിൽ തന്നെ പുഷ്പം ഉണ്ടാവില്ല. അത് താഴേക്ക് വന്ന് അവിടുന്ന് പൊങ്ങി 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 വേണം മേലേക്ക് എത്തിയിട്ട് വേണം അതിന് ഇതുണ്ടാവാൻ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതിനെ കുറച്ചുകൂടിയും വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ഈ യോഗികൾ എന്ന് പറയാം, സാധാരണ ഒരു ജീവൻ അത് പല പല സിദ്ധികളെ കൊണ്ട് ജപിച്ചിട്ടോ അവസാനം മോക്ഷം പ്രാപിച്ച് പരമാത്മാവിൽ ലയിച്ചു. ആ പരമാത്മാവിൽ ലയിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് പിന്നെ രണ്ടാമത് ഈ പ്രളയം വന്ന് ഉള്ള സമയത്തും ഈ മഹാത്മാക്കള് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവര് പിന്നെ ഒരു സൃഷ്ടി വരുന്ന സമയത്ത് അവർ ഉടനെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഉടനെ തന്നെ അവർ യോഗികളായിട്ട് മാറുന്നില്ല. അവർക്ക് ആദ്യമേ താഴേക്ക് വന്ന് പക്ഷെ എളുപ്പമുണ്ടാവും. ഇത്രയും ആയ സ്ഥിതിക്ക് പിന്നെ എളുപ്പമുണ്ടാവും. ഇത്രയൊക്കെ എത്തിയല്ലോ, പിന്നെ അവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും മുകളിലേക്ക് എത്താൻ. എല്ലാ കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവില്ല അവരിൽ നിന്നുള്ള. എന്നാലും ആദ്യമേ താഴേക്ക് വന്ന് മേലേക്ക് പോയിട്ട് പ്രകാശിക്കേണ്ടി വരും. അപ്പോ അങ്ങനെ ഒരു വിശാലമായ അർത്ഥവും വേണമെങ്കിൽ ഇപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് എനിക്കിങ്ങനെ തോന്നുകയാണ്. ആയിക്കോട്ടെ. അപ്പൊ ശരി, ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് ഈ രണ്ട് ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട്, കുറച്ചു പേർക്ക് ചെല്ലാം, പറ്റുന്നവർക്കൊക്കെ ചെല്ലാം. ജലം വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാന്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മനാ കാലകർമ്മഗുണാശ്ച ജീവനിവഹാ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത്കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. ദശകം 5 വിരാട് പുരുഷോത്പത്തി. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂനാന്യോ രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാ
കില പരാനന്ദ പ്രകാശാത്മനാം കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷിത്വൈത തദാ നിർലീനതാമായയു തേഷാം നൈവ വദന്തി സത്വമയി ഭോ സത്യാത്മനാതിഷ്ഠതാം നോ ചേൽ കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേൽ സംഭവ. ചൊല്ലട്ടെ. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാഹ്നോ നരാത്രേ സ്ഥിതിസ്തത്രൈകസ്ത്വമശിഷ്യത കില പരാനന്ദ പ്രകാശാത്മനാ കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. ചൊല്ലട്ടെ. നമസ്കാരം. ദശകം 5 വിരാട് പുരുഷോൽപത്തി. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭുന്നാഹ്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാഃ കില പരാനന്ദ പ്രകാശാത്മനാ കാലഃ കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു തേഷാം നൈവ വദന്ത്യസത്വമയി ഭോഃ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ.